കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. അപ്പോൾ നമ്മൾ കഴിഞ്ഞാൽ എന്താ പറഞ്ഞ വെച്ചാൽ ശ്രീരാമൻ പറയാൻ പോവുകയാണല്ലോ, ശ്രീരാമഹൃദയം താമതത്വം. അപ്പോൾ എന്താ പറഞ്ഞ വെച്ചാൽ പരമാത്മാവും ഈശ്വരനും ജീവാത്മാവും തമ്മിലുള്ള വ്യത്യാസം എന്നോ അല്ലെങ്കിൽ അവരുടെ യാഥാർത്ഥ്യത്തിനെ പറ്റി ഞാൻ പറയാം. എന്താണ് പരമാത്മാവ്, എന്താണ് ജീവാത്മാവ്, എന്താണ് ഈശ്വരൻ, അതിനെപ്പറ്റി ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് ഇനി അടുത്ത ശ്ലോകത്തിൽ 45 ഈ ആകാശത്തിൻ്റെ ഒരു പിന്നെ ഉദാഹരണം ആണ് ആദ്യം ശ്രീരാമൻ പറയണത് കേട്ടോ, ശ്രീരാമ ഭഗവാൻ പറയണത് ഹനുമാനോട്. അപ്പം നമുക്ക് 45 വായിക്കാം. ആകാശസ്യ യഥാ ഭേദസ്ത്രിവിധോ ദൃശ്യത്തെ മഹാൻ ജലാശയേ മഹാകാശസ്തദവച്ഛിന്ന ഏവ ഹി പ്രതിബിംബാഖ്യമപരം ദൃശ്യത്തെ ത്രിവിധം നഭ. ആകാശസ്യ മീൻസ് ആകാശത്തിന് ത്രിവിധം ഭേദ 3 തരം ആകാശമുണ്ട്. യഥാ ദൃശ്യത്തെ ഏത് വിധം കാണപ്പെടുന്നുവോ മഹാൻ ആകാശം, ഒന്ന് നമ്മൾ കാണുന്ന സർവത്ര നിറഞ്ഞിരിക്കുന്ന ആകാശം. പിന്നൊന്ന് ജലാശയെ ജലത്തിൽ പ്രതിബിംബിച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ റിഫ്ലക്ഷൻ അത്. പിന്നെ ജലപാത്രം മുതലായതിൽ, അതായത് ഒരു 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 കുടമുണ്ട്, ആ കുടത്തിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളമുണ്ട്, കുടമോ അല്ലെങ്കിൽ ചെറിയൊരു പാത്രമോ, അതിൻ്റെ ഉള്ളിൽ വെള്ളമുണ്ട്, അതിൻ്റെ ഉള്ളിൽ ആകാശം റിഫ്ലക്റ്റ് ചെയ്യുമല്ലോ. അങ്ങനെയുള്ള 3 നമുക്ക് എടുക്കണം. എന്നിട്ട് സ മഹാകാശ ഏവഹി, അത് ഇതിൽ കാണുന്ന മറ്റേ 2ലും, അതായത് മഹാകാശം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാണുന്ന പുറത്ത് കാണുന്ന ശരിക്കുള്ള ആകാശം, ആ ആകാശം തന്നെയാണ് നമ്മൾ വലിയൊരു തടാകത്തിലോ അല്ലെങ്കിൽ ഒരു പുഴയിലോ, ഇളകാത്ത തടാകം എന്ന് പറയാം, കാരണം അധികം ഇളകാൻ പാടില്ല എന്നാൽ കാണില്ലല്ലോ. അപ്പോൾ ഇളകാത്ത ഒരു തടാകത്തിലത്തെ ജലത്തിലും ഒരു ചെറിയ പാത്രത്തിലെ ജലത്തിലും എല്ലാം ആ ആകാശം തന്നെയാണ് കാണുന്നത് അല്ലേ. ആ റിഫ്ലക്ഷനാണ് മഹാകാശത്തിൻ്റെ ശരിക്കുള്ള ആകാശത്തിൻ്റെ. പിന്നെ അങ്ങനെ 3 കാണപ്പെടുന്നു. ഏവം നഭഃ ത്രിവിധം, ഇപ്രകാരം ആകാശം 3 വിധം. അപ്പോൾ എന്താ പറയണ വെച്ചാൽ ഈ പരമാത്മ ചൈതന്യം അല്ലെങ്കിൽ ശുദ്ധ ബ്രഹ്മം, ഈശ്വരൻ, ജീവൻ, ഇതിനൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. അത് ഏതുപോലെയാണെന്ന് വെച്ചാൽ ആകാശത്തിന് 3 വിധം ഉണ്ട്. ആകാശം എങ്ങനെയാണ്, അതായത് എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡമായ ആകാശത്തിനെയാണ് നമ്മൾ മഹാകാശം എന്ന് വിളിക്കുന്നത് കേട്ടോ. ആ മഹാകാശത്തിൻ്റെ തന്നെ റിഫ്ലക്ഷൻ, പ്രതിബിംബമാണ് കുളം, തടാകം, സമുദ്രം, പിന്നെ ജലം നിറച്ചൊരു പാത്രം. ഇങ്ങനെയുള്ള എല്ലാ ജലത്തിലും കാണുന്നത് ഈ മഹാകാശത്തിൻ്റെ റിഫ്ലക്ഷനാണ്. അപ്പോൾ ഈ ജലത്തിൽ കാണുന്നതിനെ ജലാകാശം എന്ന് പറയാം. ഈ അതുപോലെ തന്നെ ജലത്തിൽ എല്ലാ ജലാശയത്തിലും ഉള്ള ഇതിനെ നമുക്ക് ജലാകാശം എന്ന് പറയാം. എന്നാൽ ഇതിന് പ്രതിബിംബമാണത്, അത് പ്രതിബിംബമാണ് അതിൽ കാണുന്നത്. അപ്പം എങ്ങനെയാണ് അത് പറയണമെന്ന് വെച്ചാൽ എന്താ അറിയോ, നമ്മൾ പുറത്ത് കാണുന്ന മഹാകാശം, അതേ മഹാകാശം തന്നെയാണ് ഈ ചെറിയ പാത്രങ്ങളിലും ഒക്കെയുള്ള മഹാകാശം. അല്ലെങ്കിൽ നമുക്ക് സ്പേസ് എടുത്താൽ മതി, അല്ല ആകാശം എടുത്താലും വേണ്ടില്ല. ഏതായാലും ഈ
ഈ ചെറിയ പാത്രത്തിലത്തെ ആകാശവും അല്ലെങ്കിൽ വലിയ ജലാശയങ്ങളിലത്തെ ആകാശവും ഒക്കെ പ്രതിബിംബങ്ങളാണ്. അപ്പോൾ ജലാശയത്തിൽ കാണാൻ ആകാശം വാസ്തവത്തിൽ ആകാശമല്ല, ആകാശത്തിൻ്റെ വെറും പ്രതിബിംബം അല്ലെങ്കിൽ റിഫ്ലക്ഷനാണ്. എങ്കിലും ഇപ്പോൾ നല്ല അറിവില്ലാത്തൊരു കുട്ടി അത് ഒരു കണ്ടുവച്ചോട്ടെ, അതും ശരിക്കും ആകാശമെന്ന് തന്നെ വിചാരിക്കും. അപ്പോൾ ഈ ഒന്നായിരിക്കണ ആകാശത്തിനെ നമ്മൾ 3 രൂപത്തിൽ കാണും. ഒന്ന് മഹാകാശം, പിന്നെ ചെറിയൊരു പാത്രത്തിൽ ഒരു കുടന്ന് വെച്ചോളൂ, ഘടാകാശം, പിന്നൊന്ന് ജലാകാശം. വാസ്തവത്തിൽ ആ മഹാകാശം മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഘടം ചെറിയൊരു കുടത്തിനാണ് പറയുന്നത്. ഘടാകാശമായിട്ടും ഘടത്തിൻ്റെ ഉള്ളിൽ ആകാശം കാണുന്നുണ്ട്, ജലത്തിൻ്റെ ഉള്ളിൽ ആകാശം കാണുന്നുണ്ട് ഇല്ലേ? അതിനൊന്ന് അപ്പോൾ എപ്പോഴും ഈ മഹാകാശത്തിന് ഒരു മാറ്റമില്ല. അതിപ്പോൾ നോക്കൂ, നമ്മൾ പിന്നെ ഈ സ്പേസ് എടുത്താലും അങ്ങനെ തന്നെയാണ് കേട്ടോ. സ്പേസാന്ന് എടുത്താലും അങ്ങനെയാണ്. അതായത് ഇപ്പോൾ ഈ ആകാശം അല്ലെങ്കിൽ സ്പേസ് ഉണ്ടെന്ന് വെച്ചോളൂ, ഒരു കുടം ഉണ്ടാച്ചോട്ടെ, ആ കുടത്തിൻ്റെ ഉള്ളിലും ഉണ്ടല്ലോ കുറച്ച് സ്ഥലം, സ്പേസ് ഇല്ലേ? ആ കുടത്തിൻ്റെ ഉള്ളിലും ഒരു സ്പേസ് ഉണ്ട്. പക്ഷേ നമ്മൾ കുടത്തിൻ്റെ ഉള്ളിലുള്ള സ്പേസ് ഇറ്റ് ഈസ് ലിമിറ്റഡ്. ആ കുടത്തിൻ്റെ പിന്നെ ആകൃതിക്ക് പുറത്തേക്ക് വരാൻ പറ്റില്ല. അതിനൊരു ഉപാധി ഉണ്ട്. അതായത് ആ അകത്തെ സ്പേസ് പുറത്തേക്ക് വരാൻ പറ്റില്ല. വായു എന്തായാലും നമ്മൾ സ്പേസ് എന്ന് പറയുമ്പോൾ ആകാശം, അതിൻ്റെ ഉള്ളിലത്തെ ആകാശം അതിൻ്റെ ഉള്ളിലിങ്ങനെ ഇരിക്കുകയാണ്. അത് പൊട്ടിച്ചോട്ടെ ഈ മഹാകാശത്തിൽ ചേരുന്നത് ഇല്ലേ? ഇത് മഹാകാശത്തിൽ ചേരും ഇതിൻ്റെ ഉള്ളിലുള്ള. അതുപോലെയാണ് എന്തറിയോ, മഹാകാശം പരബ്രഹ്മം, അതായത് പരമാത്മ ചൈതന്യം. ഈ ഘടാകാശം ഉണ്ടല്ലോ, ഒരു ഘടത്തിൻ്റെ ഉള്ളിലുള്ള ആകാശം, അത് നമ്മുടെ ജീവാത്മാവാണ്. നമ്മുടെ ശരീരമാകുന്ന ഘടത്തിൽ, ശരീരമാണ് അവിടെ ഉപാധി അല്ലെങ്കിൽ ലിമിറ്റേഷൻ. ഈ ഘടത്തിൻ്റെ ഉള്ളിലത്തെ സ്പേസിൻ്റെ ലിമിറ്റേഷൻ ഏതാണ്? ആ ഘടത്തിൻ്റെ ചുമര് അല്ലെങ്കിൽ വാൾസ് അല്ലേ? ഘടത്തിൻ്റെ ആ മണ്ണുകൊണ്ടുള്ള ആ വാളാണ് അല്ലെങ്കിൽ ഭിത്തി, മണ്ണുകൊണ്ടുള്ള ഇതാണ് ഈ ഘടാകാശത്തിൻ്റെ ഉപാധി അല്ലെങ്കിൽ ലിമിറ്റേഷൻ. അത് പൊട്ടിച്ചോട്ടെ ഈ ഘടാകാശം മഹാകാശത്തിൽ ലയിക്കും. അതേപോലെയാണ് പരമാത്മാവാണ് ഈ എല്ലാ ദിക്കും നിറഞ്ഞു നിൽക്കണം. അതന്നെയാണ് ആ പരമാത്മാവിൻ്റെ ഒരു അംശം തന്നെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ലിമിറ്റഡ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ശരീരം നശിച്ചാൽ ഈ ജീവാത്മാവ് പരമാത്മാവിലാണ് പോണത്, പരമാത്മാവിലേക്ക് പോകും. അതേപോലെ തന്നെ ഇനി അതിൻ്റെ റിഫ്ലക്ഷൻ നോക്കുക വെച്ചാൽ, ഇപ്പോൾ മഹാകാശമുണ്ട്, ഒരു ജലം, ഒരു തടാകമുണ്ട്, ഒരു ഇളക്കം ഇല്ലാണ്ട് അങ്ങനെ നിൽക്കുകയാണ് ചോട്ടെ, എന്നാൽ നമുക്ക് ശരിക്കും ആകാശം തന്നെയാണ് അതിൻ്റെ ഉള്ളിലുള്ള തോന്നും അല്ലേ? ഇനി വെള്ളം ഒന്ന് ഇളക്കി നോക്കിയാൽ ആ വെള്ളത്തിലത്തെ ആകാശം റിഫ്ലക്ഷൻ ഇളകിയിരിക്കും. പക്ഷേ വെള്ളം ഇളകിയിട്ട് വെള്ളത്തിലത്തെ ആ റിഫ്ലക്ഷൻ ഇളകുന്ന സമയത്തും ഈ മഹാകാശത്തിന് ഒരിളക്കവും ഇല്ല. അതുപോലെയാണ് ഭഗവാൻ, പരബ്രഹ്മമായിട്ടുള്ള ആ ഭഗവാന് എപ്പോഴും ഒരു വ്യത്യാസവും ഇല്ല, ഒരേപോലെ നിൽക്കും. ആര്? ആ പിന്നെ പരബ്രഹ്മത്തിന് ഒരു വ്യത്യാസവും ഇല്ല. എപ്പോഴും ആ മഹാകാശം തന്നെയാണ് മൂന്നിലും കാണുന്നതെങ്കിൽ പോലും ആ മഹാകാശം മാത്രമേ മാറ്റമില്ലാതെ നിൽക്കുന്നുള്ളൂ. അപ്പോൾ ജീവാത്മാവ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ്, ഈ മായയ്ക്കകത്ത് വന്ന് നമ്മളെ സഹായിക്കുന്ന ശക്തിയാണ്. മായയുടെ ഉള്ളിലുള്ള ശക്തി. പക്ഷേ മായയ്ക്ക് അധീനമൊന്നുമല്ല, പക്ഷെ പരമാത്മ ചൈതന്യം തന്നെ അല്ല എന്ന് മാത്രമേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. അങ്ങനെയാണ്. അപ്പോൾ ജീവൻ, പരമാത്മാവ് പറഞ്ഞാൽ ആ ശുദ്ധ ചൈതന്യമാണ്. ജീവൻ പറഞ്ഞാൽ ഈശ്വരൻ. പിന്നെ ജീവൻ പറഞ്ഞു വെച്ചാൽ ഈ ഭൂമി, ഈ ഒരു നമ്മുടെ ഈ ലിമിറ്റഡ് ശരീരത്തിൻ്റെ ഉള്ളതാണ് ജീവൻ. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിൻ്റെ പുറത്ത് ഈ
ജലാശയം മുഴുവനെന്നുള്ള പോലെ ഉള്ളതാണ് ഈശ്വരൻ. അങ്ങനെയുള്ള 3 അതുപോലെ അത് ആദ്യം പറയുകയാണ്. അതാണ് ഇതിൽ പറഞ്ഞ ഒരു നല്ല പിന്നെ അതായത് ഘടം. എന്താ പറയുക, ഈ മഹാകാശം ഈ ഘടം അല്ലെങ്കിൽ ആ കുടം ഉണ്ടാകുന്നതിന് മുമ്പും ആ കുടം നശിച്ചതിന് ശേഷവും പിന്നെ മറ്റേ ആകാശമുണ്ട്. പക്ഷെ ഘടത്തിൻ്റെ ഉള്ളിലത്തെ ആകാശം കുടം ഉണ്ടാവണതിൻ്റെ മുമ്പ് കുടത്തിൻ്റെ ഉള്ളിലത്തെ ആകാശമില്ല, കുടം ഉടഞ്ഞാലും ഇല്ല അല്ലേ. അത് ഉണ്ടെന്ന് കുറച്ച് നേരത്തേക്ക് അത്രയേ ഉള്ളൂ. അതുപോലെയാണ് ജീവാത്മാവേ. അപ്പോൾ ഘടാകാശവും ജലാകാശവും ഉള്ളപ്പോഴാണ് നമുക്ക് മഹാകാശം എന്ന് പറയേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ശരിക്ക് പരമാത്മ ചൈതന്യം മാത്രമേ ഉള്ളൂ. ഈശ്വരനും പരമാത്മ ചൈതന്യമാണ്, ജീവനും പരമാത്മ ചൈതന്യമാണ്. ശരിക്ക് പരമാത്മ ചൈതന്യം മാത്രമേ ഉള്ളൂ. മറ്റതൊക്കെ പ്രതിഫലനാണ്. അതാണ്. അതായത് ജലാശയം വറ്റിയാൽ ആകാശമില്ല. പിന്നെ ഒരു വലിയൊരു തടാകം മുഴുവൻ വറ്റിയ പിന്നെ നമുക്ക് കാണും ആകാശത്തിൽ. അതുപോലെ തന്നെ ഒരു കുടം പൊട്ടിയാൽ അതിൻ്റെ ഉള്ളിൽ ആകാശമില്ലല്ലോ, അല്ലെങ്കിൽ ആ കുടത്തിലത്തെ വെള്ളത്തിലത്തെ ആകാശം ഇല്ലാണ്ടേ പോലോ. അപ്പം അതൊന്നും എപ്പോഴും ഉള്ളതല്ല. അതേസമയം മഹാകാശം എപ്പോഴും ഉള്ളതാണ്. അതേപോലെയാണ് നമ്മളും. പരമാത്മ ചൈതന്യം എപ്പോഴും ഉള്ളതാണ്. മറ്റത് മായയിലത്തെ റിഫ്ലക്ഷനാണ് ഈശ്വരനും ജീവാത്മാവ് ഈ കുടത്തിൻ്റെ ഉള്ളിലത്തെ പോലെ അത്ര പരിമിതിയുണ്ട്. ഈശ്വരന് അത്ര പരിമിതി ഇല്ല കേട്ടോ. പക്ഷേ ആ ഈശ്വരനും ജീവാത്മാവും ഒക്കെ മായ ഇല്ലെങ്കിൽ ഇല്ലേ. അതിപ്പോൾ ഏതുപോലെ വെച്ചാൽ ജലാശയം തന്നെ ഇല്ല വെച്ചാൽ പിന്നെ റിഫ്ലക്ഷൻ ഉണ്ടാവുമോ? ജലാശയം വറ്റിയാൽ ജലം വറ്റിയാൽ റിഫ്ലക്ഷൻ ഇല്ല. അതുപോലെ തന്നെ കുടം പൊട്ടിയാൽ കുടത്തിലും ഇല്ല. കുടം ജീവാത്മാവാണ്. കുടത്തിൻ്റെ ഉള്ളിലത്തെ പിന്നെ റിഫ്ലക്ഷനോ അല്ലെങ്കിൽ ആ സ്പേസോ എന്താ വെച്ചാൽ അത് നമുക്ക് രണ്ടും പറയാം. അത് ജീവാത്മാവാണ്. ജലാശയം നമുക്ക് കുറേയും കൂടി വലുതാണ് നമുക്ക് തോന്നും കുറച്ച്. പക്ഷെ അതും മായയുടെ ഉള്ളിലത്തെ റിഫ്ലക്ഷനാണ്. അപ്പം മായ എപ്പോഴാണ് ഇല്ലാണ്ടേ ആവണ? അപ്പോൾ മഹാകാശം മാത്രമേ യഥാർത്ഥമായിട്ടുള്ളൂ. അതുപോലെയാണ് പരബ്രഹ്മവും ഈശ്വരനും ജീവാത്മാവും. പരബ്രഹ്മം മാത്രമേ ശരിക്ക് എല്ലാ നിത്യ ശുദ്ധ സത്വസ്വരൂപമായിട്ടുള്ളൂ. എപ്പോഴാണ് ഭഗവാൻ മായയെ ഉണർത്തി പ്രകൃതി ദേവി സൃഷ്ടി തുടങ്ങണത്, അപ്പോൾ ഭഗവാന്റെ ശക്തി ഈശ്വരനായിട്ടും ഭഗവാന്റെ ഒരു ചെറിയൊരംശം ശക്തി ഒരു ജീവാത്മാവായിട്ടും ഇവിടെ ഉണ്ട്. പക്ഷേ അത് ശരിക്ക് പരമാത്മാവ് തന്നെയാണ്. മായ നീങ്ങിയാൽ പിന്നെ പരബ്രഹ്മം മാത്രമേ ഉള്ളൂ. മായ ഉള്ളതുകൊണ്ട് നമുക്ക് ദേഹാഭിമാനം കൊണ്ടാണ് നമുക്ക് ജീവാത്മാവിന് ഞാൻ എന്നൊക്കെ തോന്നണതേ. ആ ദേഹാഭിമാനം വിട്ടാൽ, മായ നീങ്ങിയാൽ നമ്മൾ പരബ്രഹ്മം തന്നെയാണ് എന്നാണ് വളരെ വലിയ തത്വം. ഇതാണ് ശ്രീരാമഹൃദയം ട്ടോ. ഇനി നമുക്ക് 45 വായിച്ചിട്ട് നമുക്ക് അപ്പോൾ അതാണ്. അതായത് ഈ ആകാശം നമ്മൾ മഹാകാശം എന്നൊന്നും പറയേണ്ട ആവശ്യം തന്നെ ഇല്ല. എന്താ മറ്റേ രണ്ടും ഇല്ലെങ്കിൽ മഹാകാശം മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ എന്നുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ 45 വായിച്ച് നമുക്ക് 46 പോവാം. ആകാശസ്യ യഥാ ഭേദസ്ത്രിവിധോ ദൃശ്യത്തെ മഹാൻ ജലാശയേ മഹാകാശസ്തദവച്ഛിന്ന ഏവ ഹി പ്രതിബിംബാഖ്യമപരം ദൃശ്യത്തെ ത്രിവിധം നഭാ. ഇനി 46. ബുദ്ധ്യവച്ഛിന്ന ചൈതന്യമേകം പൂർണ്ണമഥാപരം ആഭാസസ്ത്വപരം ബിംബഭൂതമേവം ത്രിധാ ചിതി. അപ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥം നോക്കാം. ബുദ്ധ്യവച്ഛിന്ന ചൈതന്യം, ബുദ്ധിയോട് ചേർന്നിരിക്കുന്നതായിട്ടുള്ള ചൈതന്യം, പൂർണ്ണം, ഏകം, അതാണ് എങ്ങും നിറഞ്ഞത്. അഥ അപരം, പിന്നെ മറ്റൊന്ന് ആഭാസ, ബുദ്ധിയിൽ പ്രതിബിംബിച്ചതാണ്. ബിംബഭൂതം അപരം, ബിംബമാണ് ഭവിച്ചത്. മറ്റൊന്ന് ഏവം ചിതിഹി ത്രിധ, ഇപ്രകാരം ചൈതന്യം 3 വിധം. ഇതന്നെയാണ് പറയണത്. എന്താ അറിയോ, അതായത് ഈ യൂണിവേഴ്സലി
എല്ലാ ദിക്കിലും നിറഞ്ഞിരിക്കണ അതാണ് ചൈതന്യം ആണ് എല്ലാ ദിക്കിലും നിറഞ്ഞിരിക്കണത്. പിന്നെ മായയിൽ പരിപൂർണമായും, മായയുടെ ഉള്ളിൽ പരിപൂർണമായി നിറഞ്ഞു നിൽക്കുന്നതാണ് ഈശ്വരൻ. അതായത് മായയുടെ പുറത്തുള്ള നിത്യസത്യ ശുദ്ധ സ്വരൂപമാണ് പരമാത്മ ചൈതന്യം. മായയുടെ ഉള്ളിൽ എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കുന്നത് ഈശ്വരൻ. എന്നാൽ ഓരോ ദേഹത്തിൻ്റെയും ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം ഏതാണ്? ജീവാത്മാവ്, നമ്മുടെ. അതാണ് ചിദാഭാസൻ, ജീവൻ എന്നർത്ഥം. അപ്പോൾ ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കണ, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ വേണമെങ്കിൽ സമഷ്ടി ബുദ്ധി തത്വം ആണ് ഈശ്വരൻ. സമഷ്ടി ബുദ്ധി തത്വമാണ് മായേ. ആൻഡ് വ്യഷ്ടി ബുദ്ധി തത്വമാണ് ഓരോരുത്തരുടെയും ഉള്ളിലുള്ള മായ, അല്ലെങ്കിൽ വ്യഷ്ടി ബുദ്ധി തത്വമാണ് അവിദ്യ. അതായത് സമഷ്ടി ബുദ്ധി തത്വത്തിനെ മായാന്നും ഇൻഡിവിജ്വലായിട്ടുള്ള നമ്മുടെ ബുദ്ധിയെ എന്ത് പറയാം? അവിദ്യ എന്നും പറയാം. കാരണം നമുക്ക് അജ്ഞാനാണ്, നമ്മളെപ്പോഴും ദേഹം തന്നെ വിചാരിക്കണതേ. സമഷ്ടി ബുദ്ധി തത്വമാണ്, അതായത് ഈ ലോകം മുഴുവൻ ഇറങ്ങി നിൽക്കണ അതിനാണ്, ബുദ്ധിക്കാണ് നമ്മൾ മായ എന്ന് പറയണത്. അപ്പോൾ ഇതിനെ ഈ ഈശ്വരനും ജീവനും ബിംബഭൂതമായിട്ടുള്ള ഈ ശുദ്ധ ചൈതന്യവും ഒക്കെ വേറെ വേറെ തന്നെയാണ്. അതായത് ആ ശുദ്ധ ചൈതന്യത്തിൻ്റെ മായയിൽ കൂടിയുള്ള റിഫ്ലക്ഷൻസാണ് ഈശ്വരനും ജീവനും. പക്ഷേ ഈശ്വരൻ മായ മുഴുവൻ, അതായത് ഈ യൂണിവേഴ്സ് മുഴുവൻ മാക്രോ, ആ മാക്രോ ഇതില്ലേ, അത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ് ഈശ്വരൻ. പക്ഷെ ജീവനാണെങ്കിൽ ഈ ചെറിയ ശരീരത്തിലേ ഉള്ളൂ. അതാണ് വ്യത്യാസം. അതായത് ഈ പരമാത്മ ചൈതന്യത്തിന് ഒരു ലിമിറ്റേഷനും ഇല്ലേ. ഈശ്വരൻ എന്നുള്ളത് ഈ മായയുടെ ഉള്ളിലാണ്. പക്ഷെ മായയ്ക്ക് അധീനനൊന്നുമല്ല കേട്ടോ. ഈശ്വരനെ അറിയാം, ആത്മാവിൻ്റെ അംശം തന്നെയാണെന്ന് അറിയാം. നമ്മളെപ്പോലെയല്ല, നമുക്ക് അവിദ്യ ഉണ്ട്. ഈശ്വരന് അവിദ്യ ഇല്ല, അജ്ഞാനമില്ല. ഈശ്വരൻ മായയുടെ ഉള്ളിലാണ്. പക്ഷേ ഈശ്വരന് ഞാൻ ആത്മാവിൻ്റെ അംശം, പരമാത്മാവിൻ്റെ അംശമാണെന്ന് അറിഞ്ഞും കൊണ്ട് ആണ്. അതായത് അജ്ഞാനമില്ല. നമ്മൾ ശരിക്കും പരമാത്മാവിൻ്റെ അംശമാണെങ്കിലും ഈശ്വരനെ പോലെ നമുക്ക് ജ്ഞാനത്തോടു കൂടിയല്ല നമ്മളിരിക്കണത്. നമ്മൾ ദേഹാഭിമാനത്തോടു കൂടി, അജ്ഞാനത്തോടു കൂടിയായിരിക്കണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് പറയാം. അതുകൊണ്ടാണ് നമ്മൾ പറയണത്, എന്താ അറിയോ, ജീവൻ മുക്തന്മാർ. അതായത് ഈ ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ ഞാൻ ആത്മാവാണ് എന്നറിഞ്ഞ് ജീവിക്കണവരുണ്ട്. അതായത് ആത്മസാക്ഷാത്കാരം കിട്ടിയിട്ടും പ്രാരബ്ധകർമ്മം കഴിയണ വരെ ഈ ശരീരത്തിൽ തന്നെ ഇരിക്കുന്ന ജ്ഞാനികളുണ്ട്. അവർ ഈശ്വരനെ സമാണെന്ന് പറയണത് അതുകൊണ്ടാണ്. കാരണം ഈശ്വരൻ മായയ്ക്കുള്ളിലാണെങ്കിലും ഈശ്വരന് അജ്ഞാനമില്ല. ഈശ്വരൻ ഞാൻ ആത്മാവന്നെയാണ്, ആ പരമാത്മ ചൈതന്യം തന്നെയാണ് എന്നുള്ള ജ്ഞാനത്തോടുകൂടി, ബോധത്തോടു കൂടിയാണ് ഈശ്വരൻ ഇരിക്കുന്നത്. അതുകൊണ്ട് ഈശ്വരന് കർത്തൃത്വവും ഭോക്തൃത്വവും സുഖദുഃഖങ്ങളുടെ അനുഭവങ്ങളും ഒന്നുമില്ല. കാരണം പരമാത്മാവിൻ്റെ അംശമാണെന്ന് തന്നെ ജ്ഞാനത്തോടു കൂടി ആണ് ഇരിക്കണതേ. അതേപോലെ തന്നെയാണ് ഈ ജീവൻ മുക്തൻ എന്ന് പറയും. അതായത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ ആത്മസാക്ഷാത്കാരം, ഞാൻ ആത്മാവാണെന്ന് അറിഞ്ഞ ഒരു ജ്ഞാനി ഈശ്വരനെ പോലെ തന്നെയാണ്. കാരണം ഈ ദേഹത്തിലിരിക്കണമെന്നേ ഉള്ളൂ. ഈ ദേഹം അനുഭവിക്കുന്ന ജനന മരണം അടക്കമുള്ള സുഖദുഃഖങ്ങളും ബാക്കി ഒരു സുഖദുഃഖങ്ങളും ഈ ജ്ഞാനം ഉദിച്ച ജ്ഞാനി അനുഭവിക്കില്ല. ശ്രീരാമകൃഷ്ണ പരമഹംസരെ പോലെ, രമണ മഹർഷിയെ പോലെ ജീവൻ മുക്തന്മാരായിട്ട് ശരീരം വീഴണ വരെ ഇതിൽ തന്നെ ഇരിക്കണവർ ശരിക്കും പറയാച്ചാൽ ഈശ്വരനെ പോലെ തന്നെയാണ്. കാരണം അവർക്ക് ഈശ്വരനെ അങ്ങനെയാണ്, ജ്ഞാനുണ്ട്, ഞാൻ ആത്മാവിൻ്റെ അംശാന്ന് അറിയുന്നതുകൊണ്ട് കർത്തൃത്വമില്ല, ഭോക്തൃത്വമില്ല, ഈ സുഖദുഃഖാനുഭവങ്ങളില്ല. അതേപോലെ ആവും ജീവൻ മുക്തനായാൽ. പക്ഷേ ജീവൻ മുക്തനാവുന്നത് വരെ നല്ല വ്യത്യാസമുണ്ട് ഈശ്വരനായിട്ട്. ഈശ്വരൻ ജ്ഞാനം ഉള്ള മായയുടെ ഉള്ളിലാണെന്ന് മാത്രം. പക്ഷെ പരമാത്മ ചൈതന്യം, അപ്പം ശരിക്കും പറയാച്ചാൽ പരമാത്മ ചൈതന്യത്തിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്. മായയിലത്തെ ഒരു വലിയ മായ മുഴുവൻ നിറങ്ങി നിൽക്കുന്ന റിഫ്ലക്ഷനാണ് ഈശ്വരനെ.
നമ്മളോ ഈ ശരീരത്തിലത്തെ ആ ഘടാകാശം എന്ന് പറഞ്ഞില്ലേ, എന്ന് പറഞ്ഞില്ലേ, ഘടത്തിലത്തെ ജലത്തിലത്തെ പോലെയാണ് നമ്മളെ. അപ്പം നമുക്ക് ഈ ലിമിറ്റേഷൻ ഉണ്ട്. നമ്മൾ ദേഹം തന്നെ വിചാരിക്കണം. അതാണ് മൂന്നും കൂടി വ്യത്യാസം കേട്ടോ. ഈശ്വരൻ ജ്ഞാനിയാണ്. അതായത് ഈശ്വരൻ മായയുടെ ഉള്ളിലാണെങ്കിലും മായയ്ക്ക് അധീനനല്ല. ജ്ഞാനം കൊണ്ട്, ഞാൻ ആത്മാവാന്ന് വിചാരിക്കുന്നത് കൊണ്ട് ഈശ്വരന് കർത്തൃത്വവും ഭോക്തൃത്വം ഇല്ല. പക്ഷെ മായയുടെ ഉള്ളിലാണെന്ന് മാത്രം ഈശ്വരൻ. പക്ഷേ പരമാത്മചൈതന്യം ആ നിത്യസത്യ സ്വരൂപമാണ്. അതന്നെയാണ് ഇതിൽ പിന്നെയും പറയണത് കേട്ടോ. ബുദ്ധ്യവച്ഛിന്ന ചൈതന്യമേകം പൂർണ്ണമഥാപരം ആഭാസസ്ത്വപരം ബിംബഭൂതമേവം ത്രിധാച്ചിതി. അപ്പോൾ നമുക്ക് അത് വളരെ പറയാനുള്ളതുകൊണ്ടേ ഇനി നമ്മളിങ്ങനെ ജീവൻ, ഈശ്വരൻ, പിന്നെ അങ്ങനെ നമ്മൾ പരമാത്മാവ് അങ്ങനെ അത് മനസ്സിലാക്കാനുള്ളൊരു ഉദാഹരണമാണ് അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞത് കേട്ടോ. ഇനി നമുക്ക് 47 ചെയ്യാൻ പറ്റും നോക്കാം. 46 വായിക്കട്ടെ. ബുദ്ധ്യവച്ഛിന്ന ചൈതന്യമേകം പൂർണ്ണമഥാപരം ആഭാസസ്ത്വപരം ബിംബഭൂതമേവം ത്രിധാച്ചിതി. വായിച്ചു അല്ലേ? 47. സാഭാസബുദ്ധേ കർത്തൃത്വമവിച്ഛിന്നേ വികാരിണി സാക്ഷിണ്യാരോപ്യതേ ഭ്രാന്ത്യാ ജീവത്വം ച തഥാ ബുധൈഃ. ത്വം കർത്തൃഭാവത്തെ അവിച്ഛിന്നേ അപരിച്ഛിന്നനും അവികാരിണി വികാരമില്ലാത്തവനുമായ സാക്ഷി ചൈതന്യത്തിൽ അബുധൈഹി അതായത് വിവേകമില്ലാത്തവരാൽ ഭ്രാന്തി ഹേതുവായിട്ട് ആരോപിക്കപ്പെടുന്നു. തഥാ ജീവത്വം ച അപ്രകാരം ജീവഭാവവും ആരോപിക്കപ്പെടുന്നു. അതായത് എന്താണ് പറയണ വെച്ചാൽ ഈ പിന്നെ ശുദ്ധ ചൈതന്യത്തിൽ ശുദ്ധ ചൈതന്യം എപ്പോഴും സാക്ഷി മാത്രമാണ്. അതിന് നമ്മളെ വേറൊന്നും ആരോപിക്കുന്നത് ശരിയല്ല. എന്താ വെച്ചാൽ പിന്നെ ഈ ബുദ്ധിയുടെ അന്ധക്കരണത്തിൻ്റെ ഈ പ്രവൃത്തി കാരണം നമ്മൾ ഈ നിർവികാരമായിട്ടുള്ള ഈ ചൈതന്യത്തിൽ നമ്മൾ അജ്ഞത കൊണ്ട് നമ്മൾ ആരോപിക്കുകയാണ്. പക്ഷേ അത് പ്രകാരം അത് നമ്മൾ ശരിക്ക് പറയാച്ചാൽ ആ പരമാത്മ ചൈതന്യം അദ്വൈതാണ്. വേറെ ആ പരമാത്മ ചൈതന്യം അല്ലാണ്ട് ഒന്നും തന്നെ ഇല്ല. പക്ഷേ മായ അതാണല്ലോ പ്രകൃതി. നമ്മൾ പറഞ്ഞ മൂലപ്രകൃതി കാരണം നമുക്ക് ഈ മിഥ്യാബോധം ഉണ്ടാവുകയാണ്. മായയുടെ 2 കാര്യങ്ങളാണ് മായ ചെയ്യണത്. ഒന്ന്, നമ്മുടെ ആത്മാവിനെ മറയ്ക്കും, ആവരണം ചെയ്യും. അത് മാത്രമല്ല ചെയ്യുള്ളൂ മായ. എന്നിട്ട് അതിനെ മറച്ചു ആത്മാവിനെ. എന്നിട്ട് ഇല്ലാത്തതായിട്ടുള്ള ഒന്നിനെ നമുക്ക് ഉണ്ടെന്ന് തോന്നിക്കും ചെയ്യണ്ടേ മായ. അതാണ് ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ വ്യക്തമാവാനുള്ള വിഷമേ. അപ്പോൾ അതായത് ഇപ്പം നമ്മൾ അത് വളരെ വേറൊരു ഇത് വേണമെങ്കിൽ നമുക്കത് പറയാം. അതായത് ഇപ്പം നമ്മുടെ മുഖം ശരിക്ക് യഥാർത്ഥമായിട്ട് നമുക്ക് മുഖമുണ്ട്. നമ്മളെ കണ്ണാടിയിൽ നമ്മൾ മുഖം നോക്കിയാലോ ആ മുഖത്തിൻ്റെ പ്രതിബിംബം നമുക്ക് കണ്ണാടിയിൽ കാണാം ഇല്ലേ? പക്ഷേ അത് ശരിക്കുള്ളതാണോ? ശരിക്കുള്ളത് തന്നെ തോന്നും. പക്ഷെ ആ കണ്ണാടി മാറ്റിയാൽ ആ പ്രതിബിംബം ഇല്ലല്ലോ. ആ കണ്ണാടിയാണ് മായ അല്ലെങ്കിൽ മൂലപ്രകൃതി. അപ്പോൾ കണ്ണാടി ചലിച്ചാൽ നമ്മുടെ പ്രതിബിംബവും ചലിക്കും ഇല്ലേ? കണ്ണാടി ഇളക്കിയാൽ നമ്മുടെ റിഫ്ലക്ഷനും അത് ചലിക്കും. കണ്ണാടി ഇല്ലാണ്ടേ ആയാലോ നമ്മുടെ മുഖത്തിൻ്റെ റിഫ്ലക്ഷൻ അവിടെ നിന്ന് ഇല്ലാണ്ടേ ആവും. ഇതേപോലെ തന്നെയാണ് ബുദ്ധിതത്വം, അവിദ്യ, അതിൽ ചൈതന്യ പ്രതിബിംബം ജീവൻ. അതേപോലെ തന്നെയാണ് ഈ ഭഗവാന്റെ മായയിലത്തെ നമ്മുടെ ബുദ്ധിയിലത്തെ ചെറിയ ബുദ്ധിയിലത്തെ വ്യഷ്ടി ബുദ്ധിയിലത്തെ പ്രതിബിംബമാണ് ആര്? ജീവൻ. അതായത് നമുക്ക് അജ്ഞാനത്തോടു കൂടിയിട്ടുള്ള ആ
മനസ്സാണ്, അതിലത്തെ പ്രതിബിംബമാണ്. അപ്പോൾ ശരിക്കതില്ല, ആ മായ ഇല്ലെങ്കിൽ അതില്ല, മായയാണ് കണ്ണാടിയേ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്താ വെച്ചാൽ, ശരിക്ക് പറയാച്ചാൽ ആ പരമാത്മ ചൈതന്യം മാത്രമേ ഉള്ളൂ. മായയാകുന്ന കണ്ണാടിയിലത്തെ പ്രതിബിംബമാണ് നമ്മളുടെ ഈ ജീവാത്മാവ്. അതായത് നമ്മുടെ ഈ വ്യഷ്ടി ബുദ്ധിയിൽ, അതായത് ആ മൈക്രോ ബുദ്ധിയിൽ, അവിദ്യ നിറഞ്ഞ ആ ബുദ്ധിയിൽ പ്രതിബിംബിക്കേണ്ടതാണ്. ഏത്? അവിദ്യ. കാരണം അവിദ്യ നിറഞ്ഞ ബുദ്ധിയിൽ പ്രതിബിംബിക്കുന്ന അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ആ പരമാത്മ ചൈതന്യമാണ് ജീവാത്മാവ്. ആ അവിദ്യ ഉണ്ടായത് കാരണം നമ്മൾ ദേഹാഭിമാനികളാണ്. ഞാൻ ഈ ദേഹമാണെന്ന് വിചാരിക്കുന്നു. ആ അവിദ്യ അല്ലെങ്കിൽ മായ എന്നും പറയാം. മായയ്ക്ക് രണ്ട് വിദ്യാസ്വരൂപിണി ഉണ്ട്, അവിദ്യാസ്വരൂപിണി ഉണ്ട്. ആ അവിദ്യ അല്ലെങ്കിൽ മായയുടെ ശക്തി കൊണ്ടാണ് നമുക്ക് ഞാൻ ഈ ദേഹമാണെന്ന് തോന്നണം. കാരണം ആത്മാവിനെ മായ മറച്ചിരിക്കണു. എന്നിട്ട് ശരിക്കും നമ്മൾ ദേഹമല്ലാത്ത നമ്മളെ ദേഹമാണെന്ന് തോന്നിപ്പിക്കുകയും ചെയ്യണം. അതിന് നല്ല ഉദാഹരണമാണ് ഈ കണ്ണാടി നോക്കണത്. അതായത് നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ ശരിക്കും മുഖം മാത്രമേ അതിൽ സത്യമായിട്ടുള്ളൂ അല്ലേ. കണ്ണാടിയിൽ പക്ഷെ സത്യമാണെന്ന് തോന്നണ പോലെ നമ്മുടെ മുഖം കാണാം. കണ്ണാടി ഇളകാതിരിക്കുന്നിടത്തോളം സമയം ശരിക്കുള്ള നമ്മളാണ് തോന്നുന്നത്. നല്ല കണ്ണാടി വെച്ചാൽ, വൃത്തിയുള്ള കണ്ണാടി വെച്ചാൽ നമ്മൾ തന്നെ തോന്നും. പക്ഷെ തോന്നലേ ഉള്ളൂ, അത് നമ്മളല്ല, വെറും റിഫ്ലക്ഷനാണ്. ആ മായക്കണ്ണാടി അല്ലെങ്കിൽ ആ കണ്ണാടി മാറ്റി നോക്കൂ, ആ പ്രതിബിംബം ഇല്ലാണ്ടാവും. അതേപോലെ ഭഗവാന്റെ മായയിൽ കൂടി അവിദ്യ സ്വരൂപിണിയായിട്ടുള്ള മായയിലത്തെ റിഫ്ലക്ഷനാണ് ജീവാത്മാവ്. വിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായ കൂടെ റിഫ്ലക്ഷനാണ് ഈശ്വരൻ. രണ്ടും പ്രതിബിംബമാണ്. പരമാത്മ ചൈതന്യത്തിൻ്റെ പ്രതിബിംബമാണ് ഈശ്വരനും അതെ ജീവാത്മാവായി. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. മായയ്ക്ക് രണ്ട് രൂപങ്ങളുണ്ട്. ഒന്ന് വിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായ, അതായത് അറിയാം ഞാൻ ആത്മാവാണ്. പിന്നൊന്ന് അവിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായ. അപ്പോൾ ഈ പരമാത്മ ചൈതന്യത്തിൻ്റെ വിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായയിലത്തെ റിഫ്ലക്ഷൻ ഈശ്വരൻ. അതായത് ഈശ്വരൻ മായയ്ക്ക് അധീനല്ല, അതുകൊണ്ട് വിദ്യാസ്വരൂപിണിയിലാണ് റിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അറിയാം ആത്മാവാണെന്ന് ജ്ഞാനിയാണ് ഈശ്വരൻ. അതേസമയം അവിദ്യാസ്വരൂപിണിയായിട്ടുള്ള മായയിൽ റിഫ്ലക്റ്റ് ചെയ്തതാണ് നമ്മുടെ ജീവാത്മാവ്. അതുകൊണ്ടാണ് നമുക്ക് അവിദ്യ, ഇഗ്നറൻസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവില്ല ഞാൻ ആത്മാവാണെന്ന്, നമ്മൾ ദേഹമാണെന്ന് വിചാരിക്കണം. ഇതാണ് ഒരു ഇത്. അപ്പം നമുക്കിവിടെ നിർത്താം, ഇവിടെ നിർത്താട്ടോ. അപ്പോൾ നമുക്കിവിടെ നിർത്താം. ഞാനിത് വായിച്ചിട്ട് 47. സാഭാസബുദ്ധേഃ കർത്തൃത്വമവച്ഛിന്നേ വികാരിണി സാക്ഷിണ്യാരോപ്യതേ ഭ്രാന്ത്യ ജീവത്വം ച തഥാ ബുധൈഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്നാനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.